AICC വിളിച്ച കേരളത്തിലെ ദില്ലിയിലായിരുന്നു കാര്യങ്ങൾ മുഴുവൻ. എന്താണ് ചർച്ച ചെയ്തതെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലേ? അതെ, ആ യോഗം കോൺഗ്രസ് നേതാക്കളുടെ യോഗം ദില്ലിയിൽ അവസാനിച്ചിരിക്കുകയാണ്. നേതൃമാറ്റം ചർച്ചയായില്ല എന്നാണ് നേതാക്കൾ അതിനുശേഷം യോഗത്തിന് ശേഷം പറയുന്നത്. സിബിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിബി, ഈ യോഗത്തിന് മുൻപ് തന്നെ കേരളത്തിലെ തർക്കമോ അങ്ങനെ ഒരു തർക്കമോ നേതൃമാറ്റമോ എന്നൊന്നുമില്ല എന്ന നിലപാട് ആവർത്തിച്ച് പറയുകയായിരുന്നു നേതാക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ യോഗത്തിന് ശേഷം നേതാക്കളുടെ പ്രതികരണത്തിലും അതുതന്നെയാണുള്ളത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ് ചർച്ചയായതെന്ന് പറയുന്നു. പക്ഷേ ഈ തർക്കങ്ങളൊക്കെ നിൽക്കുമ്പോൾ, ഈ പ്രതിസന്ധിയൊക്കെ പാർട്ടി നേരിടുന്ന സമയം സതീശൻ, സുധാകരൻ, ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ ഇതൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ മറ്റ് യാതൊന്നും ചർച്ചയായില്ല എന്നാണോ? ഇതിൽ പ്രധാനമായും ഇപ്പോൾ ദീപദാസ് മുൻഷി നടത്തിയ വാർത്താസമ്മേളനത്തിലും KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയത് കേരളത്തിൽ സംസ്ഥാന നേതൃമാറ്റം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുവാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. ഈ കാര്യം ഹൈക്കമാൻഡ് കൃത്യമായി നിരീക്ഷിക്കും എന്നുള്ളതാണ്. അതൊരു മാധ്യമത്തിനുള്ള പരസ്യ പ്രസ്താവന പൂർണ്ണമായി വിലക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഏപ്രിൽ മാസം മുതൽ തന്നെ സംസ്ഥാനതല യോഗവും മറ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ കേരളത്തിലെ എല്ലാ സംഭവ വികാസത്തിനും ഇനി വ്യക്തമായി ഹൈക്കമാൻഡ് നിരീക്ഷിക്കുക, അത് കർശനമായി നിരീക്ഷിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ AICCയുടെ ഈ യോഗത്തിന്റെ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. ജനവിരുദ്ധ സർക്കാർ, അതായത് കേരളത്തിൽ LDF സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തുള്ള സമ്പൂർണ്ണ ഐക്യത്തിന് വേണ്ടിയുള്ള ഐക്യം ഉണ്ടാകാനുള്ള ഒരു ആഹ്വാനം ചെയ്തതായും KC വേണുഗോപാൽ വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്നുള്ള ശശി തരൂർ അടക്കമുള്ള ഒരു കൂടിയാണ് ഈ ഒരു കർശനമായ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയതെന്ന് പറയേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ ദീപദാസ് മുൻഷിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന K സുധാകരനും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ടാകില്ല. ഇതിൽ ഒരു കൃത്യമായ ഹൈക്കമാൻഡ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതെ സിബി, ഈ യോഗം നടക്കുന്ന സമയത്ത് മുല്ലപ്പള്ളിയും അതേപോലെ തന്നെ K മുരളീധരനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഈ വിഷയത്തിൽ അവർക്കുള്ള അതൃപ്തി, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസിലുള്ള തർക്കങ്ങളിൽ അവർ നേരിടുന്ന പ്രതിസന്ധിയും അമർഷവും ഒക്കെ പലതവണ പരസ്യമായി പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. ദീപദാസ് മുൻഷിയുടെ പ്രതികരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മാനിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകേണ്ടതില്ല, അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ആ നടപടിയിൽ ആണോ ഈ മറുപടികളൊക്കെ ഒതുങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ചർച്ചയായതൊന്നും പുറത്തേക്ക് വരാത്തത് എന്നാണോ? അതിന് വളരെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സമയത്തുള്ളിൽ മാത്രമായിരുന്നു ഈ ഒരു ബ്രീഫിംഗ്, അല്ലെങ്കിൽ ഇതിന്റെ ബ്രീഫിംഗ് ഉണ്ടായതെന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ മല്ലികാർജുൻ ഖാർഗെയുടെ ട്വീറ്റ് പുറത്തുവന്നിരുന്നു. അതെയും വ്യക്തമാക്കുന്നത് ഈ കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണ്, അതിനുവേണ്ടി കൂട്ടായ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതാണ് മല്ലികാർജുൻ ഖാർഗെയും യുദ്ധത്തിൽ വ്യക്തമാക്കിയത്. പിന്നീടാണ് ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം ഒരു വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ തന്നെ നരകുമാർ അവസാനമായി എത്തിയത്. എന്തായാലും ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് പോകേണ്ടതില്ല, എനിക്ക് അതോടൊപ്പം തന്നെ നേതൃമാറ്റമില്ല എന്നുള്ളൊരു വ്യക്തമായ വിവരം തന്നെ, അല്ലെങ്കിൽ വ്യക്തമായ കാര്യം തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ യോഗത്തിലെ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകില്ല എന്നതാണ്. ദീപദാസ് മുൻഷിയും KC വേണുഗോപാലും പറഞ്ഞതിനപ്പുറം ഒന്നും ഞങ്ങൾക്ക് ഒരു പരസ്യ പ്രസ്താവന ഇനി പാടില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കൃത്യമായി കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിർണായക യോഗം ദില്ലിയിൽ ചേർന്നു. AICC വിളിപ്പിച്ച യോഗം, കോൺഗ്രസ് നേതാക്കളുടെ ആ യോഗം അവസാനിച്ചിരിക്കുന്നു. യോഗത്തിന് ശേഷം നേതാക്കളുടെ പ്രതികരണം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഐക്യമുണ്ടാകണം, അത് നിലനിർത്തണം. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു നിരീക്ഷണം അതിന് തുടർന്ന് ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊന്നും ചർച്ച ചെയ്തില്ല എന്നൊരു വിവരം കൂടി പറയുന്നുണ്ട്. ഈ തരൂർ വിഷയമൊക്കെ ചർച്ചയായോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ നമുക്കറിയാം അല്ലേ? അതെ, അവർ ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറല്ല എന്നതാണ്, അതിൽ നടപടി ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്.